ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി നമ്മൾ എങ്ങനെ വീട്ടിൽ ക്രിസ്പി ആയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മൾ ഫ്രൈഡ് ചിക്കൻ KFC എന്നൊക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ, അതുപോലെ തന്നെ ചിക്കൻ നമുക്ക് വീട്ടിൽ നമ്മളുടെ അടുത്തുള്ള നോർമൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ടൈമിലൊക്കെ നമുക്ക് പുറത്ത് പോകാതെയും പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനും ഒക്കെ നമ്മൾ പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇതിനകത്ത് ചിക്കൻ മാരിനേറ്റ് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് ചിക്കൻ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഫസ്റ്റ് റെസിപ്പി നോട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ചിക്കനിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുക. അത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഓവർനൈറ്റ് വെക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. ആ മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഫ്രീസറിൽ ഒരു 2 to 3 hours ഒക്കെ ഇരിക്കുമ്പോഴേക്കും അത് അത്യാവശ്യം നന്നിട്ട് മസാല പിടിക്കും. ഐസ് ആവില്ല, എന്നാലും മസാല പിടിക്കുന്ന ഒരു പാകത്തിനായിട്ട് വരും. പിന്നെ ഈ ബ്രോസ്റ്റഡിൻ്റെ മെയിൻ സംഭവം ഇരിക്കുന്നത് ഇത് മുക്കുന്ന ആ പൊടിയിലാണ്. അപ്പോൾ മൈദയും കോൺഫ്ലോറും പിന്നെ കുറച്ച് സ്പൈസ് മിക്സും ഉള്ള മിക്സാണ് ഈ ചിക്കൻ എടുത്ത് മുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിന് മുക്കാൻ മുട്ട വേണം. ആ മുട്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് ചിക്കൻ ആണെങ്കിൽ ഒരു മുട്ടയും എടുത്ത് പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ടാണ് നമ്മളിതിനെ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളും റെഡി ആയിട്ടുണ്ടെങ്കിൽ ടപ്പേ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കോട്ട് ചെയ്യുന്നത് നിങ്ങൾ കട്ട്ലറ്റൊക്കെ കോട്ട് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ നിങ്ങളൊരു ചെറിയൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചിക്കൻ എടുത്തിട്ട് ഫ്ലോറിലൊന്ന് മുക്കണം. ആ മൈദയും കോൺഫ്ലോർ ആ മിക്സ് ഇല്ലേ അതിനകത്ത് ഫസ്റ്റ് കോട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് എഗ്ഗിൽ മുക്കിയിട്ട് എന്നിട്ട് വീണ്ടും അത് കോട്ട് ചെയ്യണം. ഓക്കെ, എന്നാലാണ് അതിൻ്റെ ആ കറക്റ്റ് ആ ടെക്സ്ചറും ക്രിസ്പിനെസ്സും ഒക്കെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചീറ്റിപ്പോവും. അപ്പോൾ ചിക്കൻ പീസ് എടുക്കുക, ഫസ്റ്റ് ഒന്ന് ഫ്ലോറിൽ ടെസ്റ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് എഗ്ഗിൽ മുക്കുക, പിന്നെ വീണ്ടും ഡസ്റ്റ് ചെയ്യുക, എന്നിട്ടത് മാറ്റി വെക്കുക. നിങ്ങൾ ചിക്കൻ പീസസ് വലുതാണെങ്കിൽ കുറച്ചും കൂടി ഒരു KFC ഫീലൊക്കെ കിട്ടും. പക്ഷേ എൻ്റെതെല്ലാം ഒരു മീഡിയം ടു സ്മോൾ സൈസാണ് ചിക്കൻ കട്ട് ചെയ്തിരുന്നത്. ആ കോട്ട് ചെയ്ത ചിക്കൻ പീസസ് എല്ലാം കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഡ്രൈ ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. KFCയിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഡീപ്പ് ഫ്രയർ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഡീപ്പ് ഫ്രയർ ഇല്ല. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഡീപ്പ് ഫ്രയറാണ് നമ്മളുടെ പ്രഷർ കുക്കർ. അപ്പോൾ പ്രഷർ കുക്കറിൽ നമുക്ക് പൊരിക്കാൻ ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ചിക്കൻ എടുത്തിടുക. ചിക്കൻ എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസിലോടുകൂടി അതിനെ അങ്ങോട്ട് മൂടി വെക്കുക, ക്യാപ്പ് മൂടി വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് അത് തുറക്കുക. പക്ഷേ തുറക്കുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം. ആ വിസിൽ ഫുള്ളായിട്ട് നമ്മളത് ഒരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ആ വിസിൽ കളഞ്ഞിട്ട് വേണം അത് തുറക്കാനായിട്ട്. അപ്പോഴേക്കും ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടാവും. കുക്കറിൻ്റെ മൂടി തുറക്കുന്നതിന് മുമ്പ് സ്റ്റൗ ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് മിക്കവാറും അത് ക്രിസ്പി ആയിട്ടുണ്ടാവും. ചിലർക്ക് ഇനിയിപ്പോൾ ക്രിസ്പി ആവണില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി അതൊന്ന് മൊരിയാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ചിക്കൻ കിട്ടും. റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഗാർലിക് മയോ വെച്ചിട്ടാണ്. അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് റിവ്യൂസ് ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് റെഫർ ചെയ്താൽ മതി. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ, എൻജോയ്, ബൈ.